ത്രിയേകാധിപത്തിൻ്റെ അതിഥന്റെ തിരുനാമം മൗത്തീകരിക്കപ്പെടട്ടെ. ജെല്ലിപ്പാറ ദേശത്തിൻ്റെ ആത്മീയ സ്ഥിരാകേന്ദ്രങ്ങളിൽ പ്രമുഖമായ സ്ഥാനം അലങ്കരിക്കുന്ന സഹദേവന്മാരുടെ കടിഞ്ഞൂലും ആദിമസഭയുടെ ആദ്യ രക്തസാക്ഷിയുമായ മഹത്വമുള്ളവനുമായ സ്തെഫാനോസ് സഹതയുടെ നാമധേയത്തിൽ ദേശത്തിന് അനുഗ്രഹമായി പരിലസിക്കുന്ന ജെല്ലിപ്പാറ സെൻറ്റ് സ്റ്റീഫൻസ് ദേവാലയത്തിൻ്റെ പെരുന്നാൾ തിരുകർമ്മങ്ങൾ ഏറെ അനുഗ്രഹീതപരമായ രീതിയിൽ കൊണ്ടാടുവാൻ ആഗ്രഹിക്കുന്നുവല്ലോ. പ്രത്യേകിച്ച് ഇത് ദേശനിവാസികൾക്ക് നാനാജാതി മതസ്ഥർക്ക് അനുഗ്രഹത്തിന് നിദാനമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പെരുന്നാൾ രൂപാന്തരണത്തിനും മാനസാന്തരത്തിൻ്റെയും അനുഭവങ്ങൾ നമ്മിലേക്ക് തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ഈ പെരുന്നാളിന് എല്ലാവിധമായ ആശംസകൾ നേർന്നുകൊണ്ട് വാക്കുകൾ വിരാമം കുറിക്കുന്നു. ദൈവം തമ്പുരാൻ്റെ നാമം മാത്രം മൗത്തീകരിക്കപ്പെടട്ടെ. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ സഹോദരങ്ങളെ, ഈ ജെല്ലിപ്പാറ സെൻറ്റ് സ്റ്റീഫൻസ് ഇടവകയുടെ കാവൽ പിതാവായ വിശുദ്ധനായ സ്തെഫാനോസ് സഹോദരയുടെ പെരുന്നാൾ ഇന്നും നാളെയുമായി ഇവിടെ ആചരിക്കുന്നു. ഈ വിശുദ്ധൻ യേശുക്രിസ്തുവിൻ്റെ ഒരു നല്ല ഭടനായി ഈ ലോകത്തിൽ ജീവിക്കുവാനും അതോടൊപ്പം ഈ ലോകത്തിൽ ക്രിസ്തുവിനു വേണ്ടി സാക്ഷ്യം വഹിച്ച് രക്തസാക്ഷിയാകുവാനും തക്ക ഇടയാവുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പെരുന്നാൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നു എന്നതിനേക്കാളായി അദ്ദേഹത്തിൻ്റെ ജീവിത മാതൃകകൾ പറ്റുവാൻ തക്കവണ്ണം ഓരോരുത്തർക്കും ആകണം എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ ജീവിത ദൈവസ്നേഹവും അതോടൊപ്പം ദരിദ്രരായ ആളുകൾ ശുശ്രൂഷയിലേക്കാണ് എൻ്റെ ശുശ്രൂഷയിൽ നടപടിയായി നിർവഹിക്കുവാൻ അദ്ദേഹത്തിന് അതുപോലെ നമുക്കും ഈ പെരുന്നാൾ ആഘോഷിക്കുന്നത് വഴിയായി അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ മനോഭാവം, വിശുദ്ധിയും ദൈവസ്നേഹവും മനുഷ്യസ്നേഹവും പുലർത്തുവാൻ തക്കവണ്ണം ഇടയാക്കട്ടെ. പെരുന്നാളിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജെല്ലിപ്പാറ സെൻറ്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ദേവാലയത്തിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള വിശുദ്ധ സ്തെഫാനോസ് സഹദായുടെ ഓർമ്മ പെരുന്നാൾ ജനുവരി 4 തുടക്കം കുറിച്ചു. ഇടവക വികാരിയായ ഫാദർ വർഗീസ് ജോസഫ്, സെക്രട്ടറി ബിജു ചാക്കോ ഓടത്തിൻചുവട്ടിൽ, ട്രസ്റ്റി സണ്ണി MC മുപ്പാട്ടിൽ എന്നിവർ ചേർന്ന് പെരുന്നാളിന് നേതൃത്വം നൽകി. പെരുന്നാൾ കൊടിയേറ്റ് ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ മട്ടാഞ്ചേരി കൂനംകുരിശ് കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ വെരി റെവറൻഡ് ബെഞ്ചമിൻ റംബാൻ മുഖ്യ കാർമ്മികത്വം വഹിച്ച് പെരുന്നാൾ കുർബാനയ്ക്കും പ്രത്യേക ധൂപപ്രാർത്ഥനകൾക്കും ശേഷം കൊടിയേറ്റ് നടത്തി. ജനുവരി 6 റെവറൻഡ് ഫാദർ ഷാജു എബ്രഹാം വചനപ്രഘോഷണം നടത്തി. ജനുവരി 7 കണ്ടിയൂർ കുരിശടിയിലേക്ക് മെഴുകുതിരി കത്തിച്ച് നടത്തിയ പ്രദക്ഷിണത്തിന് ശേഷം റെവറൻഡ് ഫാദർ വർഗീസ് എബ്രഹാമിൻ്റെ വചനപ്രഘോഷണവും നടന്നു.
മധ്യസ്ഥന്മാരെക്കുറിച്ചും മധ്യസ്ഥ പ്രാർത്ഥനകളുടെ പ്രാധാന്യങ്ങളെക്കുറിച്ചും അച്ഛൻ എല്ലാവർക്കും അറിവ് പകർന്നു നൽകി. തുടർന്ന് ആകാശവിസ്മയ കാഴ്ചകൾക്കും നേർച്ച കാഴ്ച ഭക്ഷണങ്ങൾക്കും ശേഷം അന്നത്തെ ആഘോഷങ്ങൾ അവിടെ സമാപിച്ചു. ജനുവരി 8 ബുധൻ രാവിലെ 8:30 റവറൻ ഫാദർ വർഗീസ് എബ്രഹാമിന്റെ കാർമ്മികത്വത്തിൽ വിശുദ്ധ കുർബാനയും തുടർന്ന് മാമണ കുരിശടിയിലേക്കുള്ള പ്രദക്ഷിണവും നടത്തി. സമാപന ആശീർവാദത്തിനു ശേഷം ആദ്യഫലം ലേലം നടന്നു. തുടർന്ന് പ്രത്യേകമായി ഏർപ്പെടുത്തിയ നേർച്ചയ്ക്ക് ശേഷം ഇടവകയുടെ എക്കാലത്തെയും സ്വപ്നമായ പാഴ്സനേജിന്റെ ശിലാസ്ഥാപനം ഇടവകയുടെ എല്ലാ ഉയർച്ച താഴ്ചകളിലും കൂട്ടായി നിന്ന് വന്യ പോൾ റമ്പാച്ചൻ നടത്തി. ശിലാസ്ഥാപന ചടങ്ങിലും മറ്റു തിരുക്കർമ്മങ്ങളിലുമായി ഫാദർ ജോയ് പാലക്കുഴയും പങ്കെടുത്തു. ഈ പെരുന്നാൾ ഭംഗിയാക്കാൻ നേതൃത്വം കൊടുത്ത ഇടവക വികാരി ഫാദർ വർഗീസ് ജോസഫ്, സെക്രട്ടറി ബിജു ചാക്കോ ഓടത്തൻചോട്ടിൽ, സണ്ണി MC മുപ്പാട്ടിൽ, അതുപോലെ മറ്റെല്ലാ ഇടവക ജനങ്ങളെയും മറ്റിടവകക്കാരെയും പ്രത്യേകിച്ച് പ്രദക്ഷിണത്തിനും മറ്റുമുള്ള ഒരുക്കങ്ങൾക്കുമായി കൂടെ നിന്ന് സഹകരിച്ച ജേസൺ പള്ളത്ത്, വിൽസൺ പള്ളത്ത് എന്നിവരെയും പ്രത്യേകം അഭിനന്ദിക്കുകയും നന്ദിയോടെ ഓർക്കുകയും ചെയ്യുന്നു.